നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശസ്ത്രക്രിയയ്ക്ക് റോബോട്ടിക് സംവിധാനം ഒരുക്കി NS സഹകരണ ആശുപത്രി. ജില്ലയിലെ ആദ്യ റോബോട്ടിക് സംവിധാനം NS സഹകരണ ആശുപത്രിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റോബോട്ടിക് ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് സംവിധാനമാണ് സ്ഥാപിച്ചത്. ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയ ബുധനാഴ്ച നടക്കും. ആദ്യ ശസ്ത്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജില്ലയിലെ പ്രമുഖ ഡോക്ടർമാർ എത്തിച്ചേരും. 4000-ലധികം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയാണ് NS ആശുപത്രി റോബോട്ടിക് സംവിധാനത്തിലേക്ക് കാൽവയ്ക്കുന്നത്. മെട്രോ നഗരങ്ങളിലെ ആശുപത്രികളിൽ ഭാരിച്ച ചെലവ് വരുന്ന റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇതോടെ കുറഞ്ഞ ചെലവിൽ കൊല്ലത്തും സാധ്യമാകും. ആശുപത്രി അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് P. രാജേന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ ബിമൽ കുമാർ, നൌഷാദ് MLA, മേയർ പ്രസന്ന ഏണസ്റ്റ്, CPIM ജില്ലാ സെക്രട്ടറി S. വാസുദേവൻ, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് J. ഷാഹിദ തുടങ്ങിയവർ പങ്കെടുത്തു. സുരേഷ് കുമാർ, ഷിബു, വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, NS കുടുംബാംഗങ്ങൾ, 10,000-കണക്കിന് ആളുകൾ മുട്ടുമാറ്റി വെക്കുന്നുണ്ടെന്നുള്ള കണക്ക് വന്നത് അങ്ങനെയാണ്. അപ്പൊ അത്രയേറെ ആൾക്ക് ആവശ്യമുണ്ട്. ഞാൻ ഒരു കാലത്ത് പറഞ്ഞല്ലോ, ഒരു കാലത്ത് വാജ്പേയിയെ പോലെ പ്രധാനമന്ത്രിയായ ഒരാൾക്കൊക്കെ മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് ചിന്തിച്ചൊരു സമൂഹത്തിൽ ഇത്രയേറെ ആളുകൾ ചെയ്യാൻ കഴിയുന്ന ചികിത്സ എന്ന നിലയിലേക്ക് മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്തതുമാണ് പ്രധാനമന്ത്രി. നമ്മുടെ ഇവിടെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഷീനാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൽ 2 മെഷീൻ കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് വെച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCC ആണെന്നല്ലോ 25 കോടി രൂപയുടെ റോബോട്ടിക് സർജറിക്കുള്ള സൗകര്യം. 25 കോടിയോളമാണ് അതിനകത്ത് ബഡ്ജറ്റ് വെച്ചത്. അത്രയും വലിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. നന്നായി ആൾക്ക് സഹായകരമായ ചികിത്സ ചെയ്യാനുള്ളത് ഉദാഹരണമായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്നത്. സാക്ഷിയാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കേരളത്തിന്റെ ചരിത്രത്തിലായിരുന്നത് ഇന്ന് ഇന്ത്യയുടെ കോടികളുടെ വില കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ